ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. റാഗി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടെക്സ്ചറിലാണ് ഈ ഹൽവയുള്ളത്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇനി റാഗിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മുഴുവൻ റാഗി എടുത്തിട്ട് കുതിർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഇനി ഈ റാഗിപ്പൊടിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് ഒന്ന് സോക്കാവാനായിട്ട് വെക്കണം. നമുക്കിതിൻ്റെ പാല് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റാഗിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കുന്നത്. 1 മണിക്കൂർ നേരമാണ് കേട്ടോ ഞാനിതിവിടെ അടച്ചു വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാഗി നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നാണ് ഈ റാഗിപ്പൊടി. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പാലെടുക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ണി അടുപ്പമുള്ള ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ പാല് പിഴിഞ്ഞെടുത്താലും മതി. നമ്മളിതിൽ പാല് മാത്രമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഊമി അരിച്ച് മാറ്റുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ടെക്സ്ചറിലുള്ള ഹൽവ കിട്ടുക. ഈ അരിച്ചെടുത്ത ഊമി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിൽ സ്റ്റാർച്ച് മുഴുവനും അരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്നും കൂടി അരിച്ചെടുക്കുക. ഇപ്പോൾ ഈ റാഗിപ്പൊടിയിലെ പാല് മുഴുവനും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ ഊമി എടുക്കുന്നില്ല കേട്ടോ, ഇത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ റാഗിപ്പൊടിയിൽ നിന്നും അതിൽ ആ സ്റ്റാർച്ച് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ വെളുത്ത എള്ളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഹൽവ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ എള്ളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ട്രേയും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വലിയ 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. ഇത് നൂൽപ്പരുവൊന്നാവണ്ട കേട്ടോ, ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ ശർക്കര പാനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ആകെ 4 ടേബിൾ സ്പൂൺ ഗീ ആണ് എടുക്കുന്നത്. അപ്പോൾ ആ 4 ടേബിൾ സ്പൂണിൽ ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ഗീ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ നെയ്യിലിട്ടിട്ട് ഞാൻ ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും റോസ്റ്റായി വന്നതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച റാഗിയുടെ പാലില്ലേ, അത് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലെ സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ കടായിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. ഇത് റാഗിയല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ നിങ്ങളിത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം റാഗി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഈ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗീ ആണ്. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടല്ല, ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് 4ഉം കൂടി ഒരുമിച്ചിട്ടല്ല, ഓരോ സ്റ്റേജ് എത്തുമ്പോഴാണ് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ റാഗി ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നത്. ഗീ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് തിക്കായിട്ട് കറക്റ്റ് ടെക്സ്ചറിൽ വരുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗീക്ക് പകരം ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഗീ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഈ തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിതിലേക്ക് ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഗീ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഗീയിൽ കിടന്നിട്ട് ഇത് നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. ഈ ഗീ മെൽറ്റായി വരും തോറും നമ്മുടെ ഹൽവ തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് കണ്ടോ, ഹൽവ തിക്കായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഗീയൊക്കെ തെളിഞ്ഞിട്ട് നമുക്കിത് കറക്റ്റ് ടെക്സ്ചറിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കുക്കായാൽ മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. എന്നിട്ടിത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്തെടുത്ത ട്രേ ഇല്ലേ, അതിലേക്ക് മാറ്റി കൊടുക്കുക. ട്രേയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒരു സ്പൂണിൻ്റെ പുറത്ത് കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം ഇത് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പൂണിലൊന്നും മുട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഇത് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിന് ചൂടൊക്കെ പോയി നല്ലതുപോലെ തണുത്ത് വരാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറി വരട്ടെ. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഹൽവ നമുക്കിവിടെ നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഹൽവ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ റാഗിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഹൽവയാണിത്. ഇതിൽ ധാരാളം കാൽസ്യവും അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടെക്സ്ചറിലാണിത്. അപ്പോൾ റാഗിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഹൽവ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.